എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ജില്ലയിൽ 7/9/2024 നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ GMA ജിയുടെ പുതിയ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് C ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. LD ക്ലർക്ക് പരീക്ഷ ആദ്യമായി എഴുതുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആകെ 100 ചോദ്യങ്ങളാണുള്ളത്. പരമാവധി മാർക്ക് 100 ആണ്. സമയം 90 മിനിറ്റ് ആണ് ഉള്ളത്. LD ക്ലർക്ക് പരീക്ഷ ആദ്യമായി കാണുന്ന ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്നതെങ്കിൽ ആകെ ചോദ്യങ്ങളുടെ എണ്ണം 100ഉം പരമാവധി മാർക്ക് 100 ആണ്. സമയം 90 മിനിറ്റ് ആണ് അനുവദിച്ചിട്ടുള്ളത്. ആദ്യത്തെ പേജിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. നല്ലതുപോലെ വായിച്ചതിന് ശേഷം പരീക്ഷ എഴുതുക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൺ യാത് സെന്നിന്റെ തത്വങ്ങൾ ഏവ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. ഓപ്ഷൻ സി 1, 2, 3. അതായത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺ യാത് സെന്നിന്റെ തത്വങ്ങൾ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നത് ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? നാങ്കിങ് ഉടമ്പടി. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ പെടുന്നു? ഉറുദു പത്രം. വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രം. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? ടി സുനന്ദാമ്മ. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? ടി സുനന്ദാമ്മ. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 193. റിമോട്ട് സെൻസിംഗ് സാങ്കേതികവിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 62.5 ഡിഗ്രി. 10ാമത്തെ ചോദ്യം. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹിലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്താണ്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹിലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി എന്നതാണ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ബ്രാഹ്മണി, മഹാനദി ഡെൽറ്റ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ബാക്കി ബിയും സിയും ഡിയും നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് ഗോതമ്പ് കൂടുതലായും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? 4ാം പഞ്ചവത്സര പദ്ധതി. 17ാമത്തെ ചോദ്യം. ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. വ്യാവസായിക, ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. 18. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗം അല്ലാത്തത്. ദേശീയ കുടുംബാരോഗ്യ സർവേ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ബാങ്ക് ഓഫ് ബറോഡ. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കണ്ടൽ കാടുകളുടെ സംരക്ഷണം.
സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ഓപ്ഷൻ സി ആണ് ശരി. 23ാമത്തെ ചോദ്യം. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? കേരളം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏതു ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പം ആണ്? കുടുംബശ്രീ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. 2ഉം 3ഉം 4ഉം മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1 ശരിയാണ്. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതു വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത്? സഹമന്ത്രി. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത് ഏതൊക്കെ? 1, 2, 4 ഉൾപ്പെടുന്നതാണ്. 1, 2, 4 എന്നിവ. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. ഇവിടെ പറയാം. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. 29ാമത്തെ ചോദ്യം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കാര്യനിർവഹണ വിഭാഗം. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആ രാജ്യത്തെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാനാവാത്തത് ജനാധിപത്യമാണ്. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ശ്രീ പിണറായി വിജയൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? 1ഉം 4ഉം മാത്രമാണ് ബന്ധമില്ലാത്തത്. അതായത് 18 വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാവാം. 4, ഒരു സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു. ഇത് രണ്ടും അതുമായി ബന്ധം ഇല്ലാത്തതാണ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. ഓപ്ഷൻ സി. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവാണ് അറ്റ്പാടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? NIIMH ഹൈദരാബാദ്. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? പാർക്കിൻസൺസ്. താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യരോഗം അല്ലാത്തത് ഏത്? സോറിയോസിസ്. ബാക്കി എയും സിയും ഡിയും തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? പാസ്കൽസ് നിയമം. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര് എന്ത്? വിക്രം. ലോ ഓഫ് ഇനർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം.
ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. ഹെൻറി മോസ്ലി. അറ്റോമിക് നമ്പർ. 2 മെൻഡലിയേഫ്. അറ്റോമിക് മാസ്. ന്യൂലാൻഡ്സ്. അഷ്ടക നിയമം. 4 ഡോബറൈനർ. തൃകങ്ങൾ. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ഓപ്ഷൻ ഡി. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വറേജിയ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി 1HNO3 3HCl. ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേര് എന്ത്? ഓഗ്നസൺ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ക്രോമിയം. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് അൻറ്റിൽ ഓഗസ്റ്റ്. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം 87.58 മീറ്റർ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റേക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാര്? അയ്യപ്പ പണിക്കർ. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഓപ്ഷൻ എ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത്? ഗൂഗിൾ ക്രോം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗമാണ് ഫങ്ഷൻസ്. ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? മൗസ്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ 25,000 രൂപയാണ്. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്ന് ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. ഇതെല്ലാം ശരിയാണ്. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? വിഭാഗം 3. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വിഭാഗം 14. അവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം അത്? കണക്കിലെ ചോദ്യങ്ങളാണ്. 71. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിന് 3 മടങ്ങായിരുന്നു. 2 വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഉത്തരം 6. ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഓപ്ഷൻ ബി VFRU. 73. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് 300 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലത്തിലാണ്? 500 മീറ്റർ തെക്ക്. ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? 6:50. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നസംഖ്യകളുടെ ഏറ്റവും വലുത് ഏത്? 2/1. വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻറ്റൈൻ ആണ് ചേർത്തത്. 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ ചേർക്കണം? 4 ലിറ്റർ.
3 പെൻസിലും 4 പേനയും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയും. എങ്കിൽ ഒരു പേനയുടെ വില എത്ര? 12. തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 3 മിനിറ്റ് എടുത്തു. എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ്? 80 കിലോമീറ്റർ പെർ മണിക്കൂർ. ഒറ്റയാനെ കണ്ടെത്തുക. 4. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? 16. 81. They said we arrived late. Change the speech. They said that they had arrived late, which is a synonym for the word resemblance, similarity. The fear of the dark is known as nyctophobia. Write the one word substitute for the art related to the decorative and beautiful handwriting, calligraphy. One of my friends dashed with me yesterday. One of my friends was with me yesterday. I'm sure that somebody was spying on us. He came early, didn't he? I prepared well. I dashed the project. Would completed. Identify the meaning of the idiom. A piece of cake. Very easy task. A group of monkeys called troop. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത്? ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. അർവാചീനം. സ്ലോ ദ സ്റ്റഡി വിൻസ് ദ റേസ്. എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. കടൽ പ്ലസ് പുറം, കടപ്പുറം. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക, ഉയർച്ച തടയുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാകുന്ന പങ്കജം. പരീക്ഷ കഴിഞ്ഞ എല്ലാവരും റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.